അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആകെ മൊത്തം അച്ചു വരാതെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് അർച്ചന മുകുന്ദനോടും അനന്തുവിനോടൊക്കെ പറയുകയാണ്, നമുക്ക് എന്തായാലും ശരി അവിടം വരെ പോകാം, അവന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഈ അച്ചാറും സാധനങ്ങളും എല്ലാം അവന് കൊടുക്കുക, ഏതായാലും അവൻ വന്നില്ലെങ്കിലും ശരി നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് യാത്ര പറഞ്ഞിട്ട് വരാം എന്നിങ്ങനെ പറയണം കേട്ടോ. ശരിയാ ചേച്ചി എന്നിങ്ങനെ പറയണം. അതേസമയം ചിന്നുമോളും രമ്യയ്ക്കും ഒക്കെ ഭയങ്കര വിഷമത്തോടെ നിൽക്കുകയാണ് കേട്ടോ. മഞ്ജുവിനും എന്തായാലും അറിയാം, അവരെന്തായാലും ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും മഞ്ജുവിന് അറിയാം. അതിനുശേഷം അവർ 3 പേരും അമ്പാട്ടിൽ നിന്നും ചന്ദ്രകാന്തത്തേക്ക് പോവുകയാണ് കേട്ടോ. അച്ചാറും ഇതൊക്കെ ആയിട്ടാണ് പോണത്. അവിടേക്ക് കയറി പോകുമ്പോൾ തന്നെ ആനന്ദും ചന്ദ്രയും കൂടി നിൽക്കുകയായിരിക്കും കേട്ടോ. എന്താ വന്നത് ചോദിക്കുമ്പോൾ അച്ചു എവിടെയെന്ന് ചോദിക്കും. അച്ചു എവിടെയെന്നുള്ളത് അവൻ പോയല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വിജയശങ്കർ മുകുന്ദനോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് അവൻ ഇവിടെ വന്നിരുന്നത്, ഞങ്ങളുടെ വീട്ടിൽ നിന്നും അവൻ നേരെ പോലീസ് ക്യാമ്പിലേക്ക് പോയി എന്നൊക്കെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അനന്തുവിനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. അനന്ത് പറയുന്നുണ്ട്, ഞങ്ങളോട് യാത്ര പറയാതെ അവൻ പോയോ എന്നിങ്ങനെ ചോദിക്കും. നിങ്ങളോട് യാത്ര പറയാതെ അമ്പാട്ട് കുടുംബത്തിലുള്ളവർ ഇങ്ങോട്ടേക്ക് വരാൻ ആരും പറഞ്ഞില്ലല്ലോ, ഇങ്ങോട്ടേക്ക് വന്നതല്ലേ, പിന്നെന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അമ്പാട്ട് കുടുംബത്തിൽ നിന്നും ആരിറങ്ങി പോയിട്ടുണ്ടെങ്കിലും തിരിച്ച് അമ്പാട്ട് കുടുംബത്തിലേക്ക് തന്നെ വരും, അതിന് യാതൊരു മാറ്റമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. വിജയശങ്കർ അർച്ചനയെയും അനന്തുവിനെയും മുകുന്ദനെയൊക്കെ ഒരു തരം കളിയാക്കിയിട്ടാണ് അവിടെ നിന്ന് വരിക. അതോടുകൂടി അവർ ഭയങ്കര വിഷമത്തോടു കൂടിയിട്ട് അവിടെ നിന്നും വരികയാണ് കേട്ടോ. അതേസമയം അച്ചുവും രുക്കും കൂടി പോകുമ്പോൾ അച്ചുവിന് ഭയങ്കര ടെൻഷനാവുകയാണ് കേട്ടോ. ഏതായാലും ശരി, ചേച്ചിയോട് പറയാതിരുന്നത് ഭയങ്കര മോശമായി, എന്തായാലും അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. അതിന് വേണ്ട പണികളെല്ലാം അച്ചു ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവസാനം എന്തായാലും രണ്ടും കൽപ്പിച്ച് അമ്പാട്ടി വീട്ടിലേക്ക് അച്ചു പോകാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. അമ്പാട്ടി വീട്ടിൻ്റെ മുൻപിലെത്തിയതും രുക്കു പറയും, നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വീടാണിത്, അതേ തന്നെ നീയും ഇപ്പോഴെന്നെ ചെയ്തിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പക്ഷേ അച്ചു അതൊന്നും കേൾക്കാതെ രുക്കു ഇങ്ങനെ പറയും, അച്ചുവിനെ കളിയാക്കുന്ന പോലെ പറയും കേട്ടോ. അതൊന്നും കേൾക്കാതെ അച്ചു അകത്തേക്ക് കയറി പോവുകയാണ്. അകത്തേക്ക് കയറിപ്പോയിട്ട് ചേച്ചി ചേച്ചി എന്ന് വിളിക്കുകയാണ്. അങ്ങനെ അച്ചു അവരോടൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. രുക്കു ആണെങ്കിൽ അകത്തേക്ക് കയറാതെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അവരോട് പറയുന്നുണ്ട്, എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ച ഈ വീടാണ്, അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് ഇനി കയറുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അവരെല്ലാവരും നിർബന്ധിച്ച് രുക്കുവിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ രുക്കു കയറുന്നില്ല.